നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കേരളത്തിന് അതിനിർണായകമാകും. അനായാസ വിജയം പ്രതീക്ഷിക്കുന്ന UDFിനും കാര്യങ്ങൾ എളുപ്പമല്ല എന്ന രീതിയിൽ തന്നെയാണ് സ്ഥിതി പോകുന്നത്. പലതരം വെല്ലുവിളികൾ പുതുതായി അവർക്കും നേരിടേണ്ടതായി വരും. അൻവർ ഇല്ലാതെ ജയിച്ചാൽ അത് ഇടതുപക്ഷത്തിനും, ഇടതുപക്ഷത്തെ തോൽപ്പിച്ചാൽ അത് അൻവറിനും മധുരമായ പ്രതികാരമായി മാറും. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പിന് മുന്നിലുള്ളത്. നിലമ്പൂരിൽ അനായാസ വിജയം ലക്ഷ്യമിടുന്ന UDFിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകുകയില്ല. സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് ആദ്യത്തെ വെല്ലുവിളിയായി ഉയർന്നിരിക്കുന്നതും. എന്നാൽ അതിനിപ്പോ ഏകദേശം തീരുമാനം ആയി വന്നു. എന്നാൽ ആര് തന്നെ സ്ഥാനാർത്ഥി ആയാലും മറുവിഭാഗം പാലം വലിക്കുമെന്നത് നിലമ്പൂരിലെ കോൺഗ്രസിന്റെ പരമ്പരാഗത രീതിയാണ് എന്നതാണ് പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ഇത്തരം ഒരു പാലം വലി ഇല്ലായിരുന്നുവെങ്കിൽ VV പ്രകാശ് നിലമ്പൂരിൽ പരാജയപ്പെടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ അടിയൊഴുക്കുകളെ UDFും കോൺഗ്രസും ഭയക്കുക തന്നെ വേണം. രണ്ടാമത്തെ വെല്ലുവിളി കാലാവസ്ഥയാണ്. കാലം തെറ്റിവന്ന കാലവർഷം ഇതിനകം തന്നെ കേരളത്തിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ജൂൺ 19-ന് കാലാവസ്ഥ മോശമായി തുടർന്നാൽ അത് പോളിംഗിനെ സാരമായി തന്നെ ബാധിക്കും. അങ്ങനെ സംഭവിച്ചാൽ അത് ഏറ്റവും അധികം ഗുണം ചെയ്യാൻ പോകുന്നത് ഇടതുപക്ഷത്തിനും CPMനും തന്നെയാണ്.